ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നൊരു ഞങ്ങൾ ഒരു ചെറിയ ഷോപ്പിങ്ങിനായി പോവുകയാണ്. അപ്പോൾ കാര്യമൊന്നുമല്ല, ആദ്യം കുറേ ദിവസമായി പറയണോ എനിക്കൊരു വാച്ച് വേണമെന്ന്. അപ്പോൾ ഞങ്ങളിന്ന് അത് മേടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്കൂൾ വിട്ട് വന്നതേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് മുടിയൊക്കെ ഞങ്ങൾ മാറ്റി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ വേഗം മാറ്റി, അത്യാവശ്യം സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളവിടുത്തെ പാടാണ് നിങ്ങൾ കാണണം. മഴയൊക്കെ പെയ്തിട്ട് ആകെ വെള്ളം നിറഞ്ഞിരിക്കണു പാടത്തിലൊക്കെ. പിന്നെ സ്കൈ നിങ്ങൾ കാണണം, എന്താ പറയുക, ആകെ മൂടി പൊതിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പം തന്നെ മഴ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. മാഗിയൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ പരിപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ നേരെ പോയത് എങ്ങോട്ടാണ് അറിയോ? ഞങ്ങൾ സ്റ്റേഷനറീൻ്റെ അടുത്തേക്കാണ്. കാരണം എന്താ പറയുക, എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചോറ്റും പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടിഫിൻ ബോക്സും പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്, അതായത് 90 രൂപയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതങ്ങനെ പോകുമ്പോൾ ടിഫിൻ ബോക്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അരി എടുക്കാൻ പോയി. അരി എടുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ടോയ്സിൻ്റെ സെക്ഷൻ പോയി. പന്തൊക്കെ കണ്ടു, ബോളിൻ്റെ ഒക്കെ എയർ പോയിക്കണു. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ നിന്ന് കുറേ കളിച്ച ഗെയിമാണ് അതൊക്കെ കേട്ടോ. പിന്നെ ഇത് ഞാൻ സാധാരണ കാണുന്നതൊക്കെ. പിന്നെ ആദ്യം അങ്ങോട്ട് വന്നു. ആദ്യം ഇങ്ങോട്ട് വന്നാൽ പിന്നെ അവിടുന്ന് പോവുന്നല്ല. പിന്നെ കുറേ കിലുക്കും കുറേ സ്ലൈമൊക്കെ ഉണ്ട് കണ്ടോ. നല്ല ഭംഗിയുള്ള സ്ലൈമൊക്കെയാണ്. പിന്നെ കേക്കിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട്. കപ്പ് കേക്കിൻ്റെ ഐറ്റംസും കപ്പ് കേക്കൊക്കെ ഉണ്ട്. പിന്നെ കണ്ടു കുഞ്ഞു കുട്ടീൻ്റെ മറ്റേ ടോയൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ജോമെട്രി ബോക്സ് മേടിച്ചു. പിന്നെ ഞാൻ കുറച്ച് 5 പാക്കറ്റ് മാഗിയും മേടിച്ചു കേട്ടോ. 5 പാക്കറ്റ് പറഞ്ഞാൽ ഇങ്ങനത്തെ കുഞ്ഞു പാക്കറ്റാണ്, അല്ലേ വലുതൊന്നല്ല കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ബിസ്ക്കറ്റുകളുണ്ട്. ആ സെക്ഷനൊക്കെ മധുരമില്ലാത്ത ബിസ്ക്കറ്റാണ്. ഇവിടെ വിത്ത് ഷുഗറാണ് കേട്ടോ. പിന്നെ കപ്പ് നൂഡിൽസും ഒക്കെ ഉണ്ട്. ടാങ്കൊക്കെ തൂക്കിയിട്ടിരിക്കണ് കേട്ടോ അവിടെ. പിന്നെ ഇവിടെ ഡേറ്റ്സിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സെക്ഷനാണ്. പിന്നെ സ്നാക്സൊക്കെ ഉണ്ട്, കിസസിൻ്റെ ചോക്ലേറ്റ്സും. പിന്നെ ഞങ്ങളൊക്കെ പാട് ബില്ല് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു എനിക്കൊരു വാച്ച് വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഒന്നും നോക്കില്ല, നേരെ വണ്ടി തിരിച്ചു. കാരണം അത്രയും ദിവസം പറഞ്ഞതാണ് കേട്ടോ വാച്ച് വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഈ കടയിലാണ് കയറിയത് വാച്ച് മേടിക്കാൻ. പിന്നെ കണ്ടോ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ കുറച്ച് നോക്കി, പക്ഷെ മേടിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പോട് കൂടി ഞാനിതാ പോരുന്നു. പിന്നെ ഇവിടെ വളകളൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റേഷനറീൻ്റെ സാധനങ്ങളുണ്ട്. ഇവിടെ സ്കൂൾ മെഗാ മേള അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല അത്. പിന്നെ ഇവിടെ കുഞ്ഞു ഡയറി, നല്ല ക്യൂട്ടായിട്ടുള്ള ഡയറി ഉണ്ട് കേട്ടോ. അത് നല്ല ഇഷ്ടപ്പെട്ടു, വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല റേറ്റാണ് അതിന് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ടോയ്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഓൻ്റെ വാച്ച് മേടിച്ചിട്ട് ഞങ്ങളിതാ പോവുകയാണ് ഓട്ടോറിക്ഷയിൽ കൂടെ. കണ്ടോ, ഞാൻ അത്യാവശ്യം വേഗം കഴിഞ്ഞു കേട്ടോ. 4 മണിക്കാണ് ഞങ്ങൾ പോയത്. പിന്നെ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ സ്കൂൾ വിട്ടിട്ടാണ് പോയത്. 4 മണിക്കല്ലേ, സ്കൂൾ വിട്ടിട്ടാണ് പോയത്. പിന്നെ കണ്ടോ, ഇവിടെ ഓഡിറ്റോറിയത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ പോയിട്ടോ. ഇവിടെ കണ്ടോ ഗൈസ്, ഒക്കെ പാടെ പുറത്തേക്ക് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ജീവികളുടെ സൗണ്ടൊക്കെ കേൾക്കാണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെ മദ്രസ ഇതാണ്. പിന്നെ പള്ളി ഇതാണ്. പിന്നെ പാടത്തിൻ്റെ ക്ലൗഡൊക്കെ നോക്കി, ക്ലൗഡൊക്കെ ആകെ മാറിയിരിക്കണു. പിന്നെ ഞാനിങ്ങനെ പോവാണ്, വീടെത്താനായി. അപ്പോൾ വീടെത്തിയപ്പോൾ ഞാൻ ഒരൊറ്റ ചാട്ടം, ഞാൻ വിചാരിച്ച് വീണൂന്ന്. അപ്പം ഞാൻ ചാടിയിട്ട് ഗേറ്റ് തുറക്കാൻ കിട്ടണില്ല, അത് ലോക്ക് അയക്കാണ് അവിടെ. അപ്പോൾ ഞാൻ ലോക്കൊക്കെ തുറന്നിട്ട് ഞാൻ പോവാണ് കേട്ടോ. പിന്നെ ആദ്യമുണ്ട് ഓനക്ക് വാച്ച് കിട്ടിയ സന്തോഷത്തിൽ താത്താനെ കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബെല്ലടിച്ചിട്ട് ബെല്ലിനെ കൊന്നിക്കണോ അവന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.